ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റ്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് രണ്ട് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും കാണണം. അതേപോലെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ലെറ്റ്സ് ഡ്രോ എന്നുള്ള യൂണിറ്റിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്സ് മാത്രമല്ല നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്ലാസ്സിൽ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നുള്ള സെക്കൻഡ് യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് ഓഫ് പെൻസിൽസ് എന്ന ടോപ്പിക് എന്നാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത്? നമ്മുടെ ബാക്കി പോർഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താ നിങ്ങൾ പിക്ചറിൽ കാണുന്നത്? കുറച്ച് റുപ്പീസ് ആണ് അല്ലേ? കുറച്ച് നോട്ട്സും ഉണ്ട്, കോയിൻസും ഉണ്ട്. ഏതൊക്കെ നോട്ട്സും ഏതൊക്കെ കോയിൻസും ആണുള്ളത്? 100 റുപ്പീന്റെ നോട്ട് ഉണ്ട്. പിന്നെ ഏതൊക്കെയാ? 20 റുപ്പീസ്, 50 റുപ്പീസ്, 200 റുപ്പീസ്, 10 റുപ്പീ, 500 റുപ്പീസിന്റെയൊക്കെ നോട്ട്സ് ആണ് അല്ലേ? കോയിൻസ് ഏതിന്റെയൊക്കെയാണുള്ളത്? 2 റുപ്പീസ്, 1 റുപ്പീസ് ആൻഡ് 5 റുപ്പീസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Anay bought a box of pencils from the factory where Minha's father's shop. The price was rupees 300. In what denominations would he have given the following notes and coins? അതായത് നമ്മുടെ അനൈ കുറച്ച് പെൻസിൽസ് വാങ്ങി, കുറച്ച് ബോക്സ് ഓഫ് പെൻസിൽസ് വാങ്ങി, ഒരു ബോക്സ് പെൻസിൽ വാങ്ങി. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് 300 രൂപയാണ് പ്രൈസ്. ആ ബോക്സ് ഓഫ് പെൻസിലിന്റെ ഒരു ബോക്സ് പെൻസിലിന് വില എത്രയാണ്? പ്രൈസ് 300 രൂപ, 300 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഏതൊക്കെ നോട്ട് എത്ര എണ്ണം വീതമാണ് കൊടുത്തിട്ടുണ്ടാവുക? കടക്കാരന് എത്ര 300 രൂപ കൊടുക്കണം. അപ്പൊ ഏതൊക്കെ നോട്ട് ഏതൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ കോയിൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഏത് നോട്ട് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അതിന് 500 റുപ്പീ എടുക്കുമോ? 500 റുപ്പീസ് എടുക്കും. 300 റുപ്പീ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ല അല്ലെ? ബാലൻസ് കൊടുക്കേണ്ടി വരും കടക്കാരൻ. അപ്പൊ അതല്ലാണ്ട് നമുക്ക് ഇവിടെയുള്ള നോട്ട്സ് ഉണ്ട്. 100 റുപ്പീ ഉണ്ട്, 20 റുപ്പീ ഉണ്ട്, 50 റുപ്പീ ഉണ്ട്, 200 റുപ്പീ ഉണ്ട്. അപ്പൊ ഏത് നോട്ട് വേണമെങ്കിലും എടുക്കാം. നമുക്ക് എന്ത് കിട്ടണം? 300 റുപ്പീസ് ആണ് കിട്ടേണ്ടത്. സോ ഹൗ ഐ കാൽക്കുലേറ്റ് എന്നുള്ള കോളം കണ്ടില്ലേ? ഇവിടെയാണ് നിങ്ങൾ കിട്ടിയ ആൻസർ. നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതം എടുത്തു എന്ന് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കാം? 100 റുപ്പീ നോട്ട് അല്ലെ? 100 റുപ്പീ നോട്ട്, ഒരു 100 രൂപയുടെ നോട്ടും അതേപോലെ 200 റുപ്പീ നോട്ടും എടുക്കാം. അപ്പൊ 100 പ്ലസ് 200 ആൻസർ എന്താണ്? 300 അല്ലെ? കറക്റ്റ് 300 രൂപ കിട്ടും. അപ്പൊ നമുക്ക് ഒരു 100 രൂപയും ഒരു 200 രൂപയും കൊടുത്താൽ മതി. അപ്പൊ 300 റുപ്പീസ് ആവും. എന്നാൽ അടുത്ത് നോക്കൂ, ഇവിടെ ഇങ്ങനെ നമ്മൾ 200 1 അതുപോലെ 100 റുപ്പീസ് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 അതായത് 3 100 റുപ്പീ നോട്ട് എടുത്താലും 300 റുപ്പീസ് ആണ്. അതില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 50 റുപ്പീസ് എടുക്കാൻ പറ്റും അല്ലെ? 50 റുപ്പീസ് വെച്ച് എടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ്, നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് 300 റുപ്പീസ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ഏതൊക്കെ നോട്ടാണ് എടുത്തത്? അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെയുള്ള കോളത്തിൽ എഴുതേണ്ടത്. ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് എന്നുള്ള കോളം കണ്ടില്ലേ? ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് കിട്ടിയ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. ആൻഡ് ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദ പിക്ചർ ഇസ് ടേക്കൻ ടുഗദർ ഹൗ മച്ച് റുപ്പീസ് വിൽ ഇറ്റ് ബി? അതായത് എല്ലാ നോട്ടും ഈ ചിത്രത്തിൽ കാണുന്ന എല്ലാ നോട്ട്സും എല്ലാ കോയിൻസും ഓരോന്ന് വീതം എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയായിരിക്കും ആവുക? ടോട്ടൽ എത്ര രൂപ കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് അതെങ്ങനെ ഏതൊക്കെ നോട്ടുകൾ ആൻസർ ആണ് ഇവിടെ എഴുതേണ്ടത്. ആൻഡ് ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ ദ അബാക്കസ്? ആൻഡ് നമുക്ക് കിട്ടിയ ആൻസർ ഇവിടെ കാണുന്ന അബാക്കസിൽ വരയ്ക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ എങ്ങനെയാണ്? നമുക്ക് ഏതൊക്കെ നോട്ടുകളാണ്? 500 റുപ്പീസ് ഉണ്ട്, 200, 100 റുപ്പീ, 50 റുപ്പീ, 20 റുപ്പീ, 10 റുപ്പീ, 5 റുപ്പീ, 2 റുപ്പീ, അതുപോലെ 1 റുപ്പീ. ഇത്രയും എമൗണ്ട്സ്, ഇത്രയും റുപ്പീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യുക. കൂട്ടി നോക്കുമ്പോൾ ആൻസർ എന്താണ് കിട്ടുക നോക്കാം. എല്ലാം കൂടെ പ്ലസ് ചെയ്യുക. എല്ലാം കൂടെ പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ 888 ആണ് കിട്ടുക. 888 കിട്ടും. അപ്പൊ ഇതെന്ത് ചെയ്യണം? ഈ അബാക്കസിൽ വരയ്ക്കുകയും കൂടെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, അബാക്കസ് ഒക്കെ വരയ്ക്കാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാലോ. നമ്മുടെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ പഠിക്കണം നല്ല എങ്ങനെയാണ് അബാക്കസ് വരയ്ക്കുക എന്നൊക്കെ. അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത്. അപ്പൊ നമ്മളിവിടെ എത്ര ഡിജിറ്റ് ആണ്? 3 ഡിജിറ്റ് നമ്പർ ആണല്ലേ? അപ്പൊ നമുക്ക് അവിടെ എന്തായിരിക്കും? 100 ഉണ്ട്, 10 ഉണ്ട്, 1 ഉണ്ട്. അതായത് ഫസ്റ്റത്തെ നമ്പർ ആണ് 100, രണ്ടാമത്തെ നമ്പർ 10 ആണ്, മൂന്നാമത്തെ അവസാനത്തെ നമ്പർ 1s ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ എത്രയാണ്? 8 ആണ് അല്ലെ? അപ്പൊ 100 എന്നുള്ള ഇവിടെ എന്ത് ചെയ്യണം? ഈ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 അല്ലേ നമ്മുടെ 100? എത്ര 100 ഇവിടെ 8 ആണ്. അപ്പൊ ഇവിടെ 8 എന്ത് ചെയ്യണം? ബീഡ്സ് വരയ്ക്കുക. ഓക്കെ, 8 മുത്തുകൾ വരയ്ക്കുകയാണ്. പിന്നെ 10, അപ്പൊ ഇവിടെ എത്ര ടെൻസ് ആണ്? 8 എന്നല്ല എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ നമ്പർ 8 അല്ലേ? അപ്പൊ ഇവിടെയും 8 വരയ്ക്കണം. 1ന്റെ ഇവിടെ എത്രയാ? 8. അപ്പൊ ഇവിടെയും 8 വരയ്ക്കുക. ഇങ്ങനെയാണ് അബാക്കസ് വരയ്ക്കുക. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? 100 എത്രയാണെന്നുള്ളത് വരയ്ക്കുക, 10s എത്രയാണെന്ന് വരയ്ക്കുക, 1s എത്രയാണെന്ന് വരയ്ക്കുക. ഇവിടെ ആൻസർ 888. അപ്പൊ 3 8 ആണ് വരച്ചിരിക്കുന്നത്. നെക്സ്റ്റ് അബാക്കസ് തന്നെയാണ് ചെയ്യാൻ പറയുന്നത്. വാട്ട് ഈസ് ദി നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഇവിടെ ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ ഏത് നമ്പർ ആണ് അബാക്കസ് ആയിട്ട് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത് ചോദ്യം. വളരെ സിമ്പിൾ ആണ്. എത്ര 100 ഉണ്ട്? 2. അപ്പൊ നമ്മൾ ആദ്യം 2 എഴുതുന്നു. പിന്നെ അടുത്ത എത്രയാണ്? എത്ര 10 ഉണ്ടെന്ന് എഴുതുക. എത്ര 10 ആണുള്ളത്? എത്ര ടെൻസ് ആണ് ഇവിടെ ഉള്ളത്?
ഇതാ എത്ര 10 ഉണ്ട്? 1 2 3 4 5 6. എത്ര 10 ഉണ്ട്? 6. അടുത്ത എത്ര 1 ആണുള്ളത്? 1 2 3 3 ones. അപ്പൊ 200. അതുപോലെ 8 10 3 1. അപ്പൊ ആൻസർ എന്താണ്? 283 ആണ് ആൻസർ അല്ലേ? 283 എന്ന് കിട്ടും ആൻസർ. അല്ല ഇവിടെ 6 ആണ് അല്ലേ? 1 2 3 4 5 6 6 ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 263. ഓക്കെ, അടുത്തത് ഇവിടെ നോക്കൂ. വാട്ട് ഇസ് എ നമ്പർ? ഇവിടെ നമ്പർ എത്രയാണ് ആദ്യം എഴുതുക. 100 എത്രയുണ്ട്? 1 2 3. അപ്പൊ ആദ്യം എന്ത് എഴുതുന്നു? നമ്മൾ 3 എന്ന് എഴുതുന്നു അല്ലേ? ആദ്യം 3 എന്ന് എഴുതുക. പിന്നെ ഇവിടെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ? 10 ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം. തീർച്ചയായിട്ടും 0 ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒന്നും ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എഴുതാതെ പോകരുത്. 0. ആൻഡ് ഇവിടെ എത്ര വൺസ് ആണ്? 1 അല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടും? 301. Draw beads to make it 764 in this picture. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ 301 ആണ്. ഇതിനെ എന്താക്കി മാറ്റണം? 764 ആക്കി മാറ്റണം. അതായത് ഇവിടെ 3 ഉണ്ട്, ഇതിൽ എന്താക്കുക? 7 ആക്കുക. അപ്പൊ എത്ര എണ്ണം വരയ്ക്കണം? ഒരു 4 എണ്ണം കൂടെ വരച്ചാൽ ഇവിടെ 7 ആയില്ലേ? അടുത്തത് ഇവിടെ 10s എത്രയുണ്ട്? 6. ഇവിടെ ഒന്നുമില്ല അല്ലെ? ഇപ്പൊ ഇവിടെ 6 എണ്ണവും വരയ്ക്കണം. 6 beads വരയ്ക്കുക. അത് അടുത്തത് എത്ര? 4 ആണ്. ഇവിടെ ഓൾറെഡി 1 ഉണ്ട്, ഇവിടെ 3 എണ്ണം കൂടെ വരയ്ക്കുക. അപ്പൊ ഇവിടെ ആൻസർ എന്തായി? 764 ആയില്ലേ? അടുത്തത് നെക്സ്റ്റ് അബാക്കസ്. ഡ്രോ ബീറ്റ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3 ഡിജിറ്റ് നമ്പർ ഇവിടെ അബാക്കസ് ആയിട്ട് വരയ്ക്കുക. ആ നമ്പർ ഏതാണെന്ന് ഇവിടെ എഴുതും കൂടെ വേണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 521 ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 521. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് ടോപ്പിക്, എ ചെക്ക്. Okay, check ആണ്. Look at the check Minha's father wrote. The amount is written only in words. Write it as a number. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് എഴുതാൻ മാത്രമാണ് പറയുന്നത്? എമൗണ്ട് എഴുതുക മാത്രം. എത്ര രൂപയാണ് എന്നുള്ളത് എഴുതാൻ മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇവിടെ എമൗണ്ട് വേർഡ്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 1000. അപ്പൊ 1000 എന്നുള്ളത് എന്ത് ചെയ്യുക? ഫിഗർ രൂപത്തിൽ നമ്പർ ആയിട്ടും കൂടെ എഴുതണം. ഇവിടെ റുപ്പീസ് എഴുതിയിട്ടുണ്ടോ? ഇതിന്റെ അടുത്തായിട്ട് നമ്പർ എത്രയാണെന്ന് കൂടെ എഴുതുക. എല്ലാ കൂടെ 1000 ഒക്കെ എഴുതാൻ പഠിച്ചതല്ലേ? അപ്പൊ എന്ത് എഴുതണം? 1 എഴുതുക, 3 zeros ഇട്ടാൽ അതെന്തായി? 1000 ആയി. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ നമ്പർ നെയിം എഴുതുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ടേബിള്. ഇവിടെ എത്ര നമ്പർ? ഒക്കെ 3 ഡിജിറ്റ് നമ്പർ തന്നെയാണ്. നമ്മൾ 100 എത്രയും നമ്പർ വായിക്കുക? 125. അപ്പൊ അത് വേർഡ്സിൽ എന്ത് ചെയ്യുക? ഈ കോളത്തിൽ എഴുതുക 125. അടുത്തത് ഇവിടെ വേർഡ്സിൽ തന്നിട്ടുണ്ട്, അതിന് എന്ത് ചെയ്യുക? നമ്മൾ നമ്പർ ആക്കി എഴുതുക. 405 ആണ്. 405. അപ്പൊ ഇവിടെ ടെൻസ് ഒന്നും ഇല്ല അല്ലെ? അപ്പൊ 405 ആണ്. അപ്പൊ 5 ones ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ടെൻസിന് ഇവിടെ 0 ഇട്ട് കൊടുക്കണം. അപ്പോഴേ 405 ആവുള്ളൂ, അല്ലെങ്കിൽ 45 ആവും. അടുത്തത് 890. നെക്സ്റ്റ് 342. അടുത്തെല്ലാം നെക്സ്റ്റ് എല്ലാം തന്നെ വേർഡ്സിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വായിക്കാന്നും കൂടെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ എന്താ എത്രയാണ് നമ്പർ? 617. നെക്സ്റ്റ് 550. 261. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള കൂടുതൽ നമ്പേഴ്സ് ഇതുപോലെ വേർഡ്സിൽ എഴുതി നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വേർഡ്സ് ഒക്കെ നമുക്ക് പരിചയമാവുള്ളൂ എഴുതാൻ. 3 ഡിജിറ്റ് നമ്പേഴ്സിനെ വേർഡ്സിൽ എഴുതാൻ നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേ ഇൻ സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. പേ ഇൻ സ്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ നമ്മൾ കാശൊക്കെ നമ്മൾ റുപ്പീസ് എന്ത് ചെയ്യും? എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകും, ബാങ്കിൽ അതെല്ലാം അറിയുന്ന കാര്യമല്ലേ? ബാങ്ക് എന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ബാങ്കിൽ ഇവിടെ നമ്മൾ പേ ഇൻ സ്ലിപ്പ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ബാങ്കിൽ നമ്മൾ കുറച്ച് കാശൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോകുന്ന സമയം എത്ര രൂപയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സ്ലിപ്പൊക്കെ ഇങ്ങനെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു സ്ലിപ്പ് ഉണ്ടാവും. ആ സ്ലിപ്പൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലൊക്കെ എഴുതി നമ്മുടെ അക്കൗണ്ട് നമ്പർ, ഡേറ്റ്, പേരെന്താ, എത്ര രൂപ ഇടുന്ന, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതാണ് പേ ഇൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻസ് ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. Minha's father gave 6 notes to deposit 800 rupees. അപ്പൊ മിൻഹയുടെ അച്ഛൻ കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. അച്ഛൻ എത്ര രൂപയാണുള്ളത്? 6 നോട്ടുകളുണ്ട്. ഏതൊക്കെ നോട്ടാണെന്നൊന്നും പറയുന്നില്ല. 6 നോട്ട് ഉണ്ട്. അപ്പൊ ഏതൊക്കെ നോട്ടാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? 500, 200, 100, 50, 20, 10, 5, 2, 1. ഇവിടെ എന്തുണ്ട്? ഇൻറ്റു കൊടുത്തിരിക്കുന്നത് കണ്ടോ? അപ്പൊ ഇവിടെ ഈ ഇൻറ്റുവിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എത്ര എണ്ണം വീതമാണെന്നുള്ളത് എഴുതേണ്ടത്. ഇവിടെ എമൗണ്ട് എഴുതുക. ഓക്കെ, ഇവിടെ 6 നോട്ടാണെന്ന് പറയേണ്ടത്. ഏതൊക്കെ നോട്ടുകളാണെന്ന് പറയുന്നത്, പക്ഷെ ടോട്ടൽ എമൗണ്ട് 800 rupees ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് എടുക്കാം, പക്ഷെ ടോട്ടൽ ആവേണ്ടത് 800 rupees ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാം? 200 rupees 200 rupees 200 രൂപ 2 എണ്ണം എടുക്കാം. അപ്പൊ 200 rupees 2 എന്ന് ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ അത് 200 രൂപ 2 എണ്ണം പറയുമ്പോൾ എത്ര രൂപയാണ്?
400 അല്ലെ 400. അടുത്തത് 100 rupees ഇതുപോലെ എന്ത് ചെയ്യാം 4 എണ്ണം എടുക്കാം. 100 rupees 4 എണ്ണം എടുത്താലും എന്ത് കിട്ടും 400 കിട്ടും അല്ലെ. 400 plus 400 800 ടോട്ടൽ ആയില്ലേ. ഇവിടെ 6 നോട്ടിൽ നമ്മൾ എടുത്തു 2 എണ്ണം എടുത്തു 4 എണ്ണം എടുത്തു. 2 ഉം 4 ഉം 2 ഉം plus 4 6 ആണ്. അതുപോലെ 400 plus 400 എന്ത് കിട്ടി 800 കിട്ടി അല്ലെ. 6 നോട്ടും ആയി 800 ടോട്ടലും ആയി. അപ്പൊ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ നമുക്ക് 500 rupees 500 rupees എടുക്കാം. അതേപോലെ 200 rupees 100 rupees എടുത്താൽ എന്ത് കിട്ടും 800 rupees കിട്ടും. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ടോട്ടൽ എന്താവാനേ പാടുള്ളൂ 800 rupees ആവാൻ പാടുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് നോട്ട് എന്ന് പറയുന്നത് 6 ആയിരിക്കണം. ഓക്കെ. Next, number of notes. I have 370 rupees remaining. ബാക്കി അപ്പൊ അച്ഛൻ എന്താ പറയുക ബാലൻസ് എത്ര രൂപയുണ്ട് 370 rupees ഉണ്ട്. The number of notes is the sum of the digit of this number. അതായത് എത്ര എണ്ണം എത്ര നോട്ടുകൾ കയ്യിലുണ്ടെന്ന് പറയുന്നില്ല. പകരം എന്താ പറയുന്നത് എൻ്റെ കയ്യിലുള്ള നോട്ടുകൾ ടോട്ടൽ 370 rupees ഉണ്ട്. പക്ഷെ നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് ഈ 3 digit നമ്പറിന്റെ സം ഓഫ് ദ ഡിജിറ്റ് ആണ്. സം ഓഫ് ദ ഡിജിറ്റ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് നോട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. സോ വാട്ട് notes do I have? അപ്പൊ എൻ്റെ കയ്യിൽ ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതം ഉണ്ടാവും and how many of each. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം സം ഓഫ് ദ ഡിജിറ്റ് കണ്ടുപിടിക്കാം അല്ലെ. എങ്ങനെയാണ് സം ഓഫ് ദ ഡിജിറ്റ് കാണുന്നതെന്നാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. നമ്പർ ഓഫ് നോട്ട് എന്ന് പറയുന്നത് സം ഓഫ് ഡിജിറ്റിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. സം ഓഫ് ഡിജിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എത്ര നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടോ എത്ര നമ്പർ ആണോ തരുന്നത് ആ നമ്പേഴ്സ് എല്ലാം നമ്മൾ പരസ്പരം കൂട്ടുക പ്ലസ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 ഉണ്ട് 7 ഉണ്ട് 0 ഉണ്ട്. അപ്പൊ 3 plus 7 plus 0 അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. 3 plus 7 plus 0 പ്ലസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ 10 കിട്ടുന്നില്ലേ. അപ്പൊ 10 നോട്ടുകളാണ് അച്ഛന്റെ കയ്യിലുള്ളത്. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുന്നത് 10 ആണെങ്കിൽ 10 നോട്ടുകളാണ് അച്ഛന്റെ കയ്യിലുള്ളത്. 10 എണ്ണം എന്ന് പറയുമ്പോൾ ടോട്ടൽ എല്ലാ നോട്ടുകളും ആ 10 എണ്ണം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 370 rupees ആവാൻ പാടുള്ളൂ. അപ്പൊ 10 എണ്ണമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും 3 100 rupee നോട്ട് അല്ലെ. 3 100 rupee നോട്ട് എടുത്തിന് 300 ആവും. പിന്നെ 7 10 rupee നോട്ട് 7 10 rupees നോട്ട് എടുത്താൽ എന്താവും 70 rupee. അപ്പൊ 3 നോക്കൂ 3 ഉം 7 ഉം കൂടെ പ്ലസ് ചെയ്ത് നോക്കൂ 10 അല്ലേ 10 നോട്ടുകളായില്ലേ. അതുപോലെ 370 rupees ആയി അല്ലെ. ടോട്ടൽ നമ്പർ 370 ആയി. അപ്പൊ സം 10 the sum of the digit of 109 is 1 plus 0 plus 9 10. What is the sum of the digit of 108? അപ്പോൾ നമ്മൾ സം ഓഫ് ദ ഡിജിറ്റ് കാണുക എങ്ങനെയെന്ന് പറഞ്ഞു. ആ ഡിജിറ്റ്സ് എല്ലാം തമ്മിൽ ആ നമ്പേഴ്സ് എല്ലാം തമ്മിൽ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ 108ന്റെ സം ഓഫ് ദ ഡിജിറ്റ് കാണാനാണ് പറയുന്നത് 10 കിട്ടി. അതുപോലെ 127 1 plus 2 plus 7 ആൻസർ 10. വീണ്ടും 10 തന്നെയാണ് കിട്ടിയത് അല്ലേ. സോ ഹൗ മെനി നമ്പേഴ്സ് ആർ there with sum of the digit 10? സം ഓഫ് ദ ഡിജിറ്റ് 10 കിട്ടുന്ന എത്ര നമ്പേഴ്സ് ആണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അതായത് ബിറ്റ്വീൻ 100 and 200 100നും 200നും നടുവിൽ എത്ര നമ്പേഴ്സ് 100നും 200നും ഇടയിലായിട്ട് എത്ര നമ്പേഴ്സ് ആണ് സം ഓഫ് ദ ഡിജിറ്റ് 10 കിട്ടുന്നതുള്ളത്. ആൻസർ എന്താ 10 എണ്ണം ഉണ്ട്. അതുപോലെ ബിറ്റ്വീൻ 200 and 300 200നും 300നും ഇടയിൽ 200നും 300നും ഇടയിലായിട്ട് എത്ര നമ്പേഴ്സിന്റെ സം ഓഫ് ദ ഡിജിറ്റ് ആണ് 10. ആൻസർ 9. അതേപോലെ ബിറ്റ്വീൻ 300 and 400 ഇടയിലാണെങ്കിലോ 8 ആണ്. സോ ഹൗ മെനി 3 digit numbers in all? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര 3 digit numbers ഉണ്ടാവും 27. and I have 100 rupee and ഇനി കുട്ടി പറയുന്നത് എന്താ I have 100 rupee and 10 rupee notes and also 1 rupee coins. എൻ്റെ കയ്യിൽ 100 രൂപയുടെ നോട്ടുകളും ഉണ്ട് 10 റുപ്പീന്റെ നോട്ട്സും ഉണ്ട് അതേപോലെ 1 rupee കോയിൻസും ഉണ്ട്. and these make 456 rupees. അതെല്ലാം കൂടെ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ് 456 rupees ആണ്. വാട്ട് ഇസ് ദ മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് വിച്ച് മേക്ക് അപ്പ് 456? അങ്ങനെയാണെങ്കിൽ എത്ര 100 രൂപയും എത്ര 10 രൂപയും എത്ര 1 റുപ്പിയും കൂടി എടുക്കുമ്പോൾ ടോട്ടൽ എടുക്കുമ്പോഴാണ് എനിക്ക് 456 rupees കിട്ടുക. എങ്ങനെയാണ് 4 100 rupee നോട്ട് അതുപോലെ 5 10 rupee നോട്ട്സും 6 1 rupee കോയിൻസും എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്തായി 456 ആയി. അടുത്തത് ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupee നോട്ട്. ഇവിടെ നമ്പർ ആണ് എഴുതേണ്ടത്. ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 എത്ര 100 ആണ് 600. അപ്പൊ 100 ഏതാ അത് ആദ്യം നമ്മൾ എടുത്ത് എഴുതുന്നു. എത്ര 100 6. അടുത്തത് 8 10 rupee നോട്ട്. അപ്പൊ എത്ര 10? അപ്പൊ നമുക്കറിയാം പ്ലേസ് വാല്യൂ അറിയാലോ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ അതിലെ ആദ്യത്തെ നമ്പർ 100 ആണ് അടുത്ത നമ്പർ 10s ആണ് അടുത്ത നമ്പർ 1s ആണ്. അപ്പൊ 100 ആദ്യം എഴുതി അടുത്തത് 10s. എത്ര 10s ആ 8 10s അല്ലെ 8 10s and 5 1 rupee coins. അപ്പൊ എത്ര 1s ഉണ്ട് 5. അപ്പൊ ആൻസർ എന്താണ് 685. അടുത്തത് വാട്ട് അബൌട്ട് 400 rupee നോട്ട്. ഇനി അടുത്ത നമ്പർ എഴുതുകയാണ് 400 rupee നോട്ട് അല്ലെ. അപ്പൊ ആദ്യം 100 എഴുതുന്നു 400 എത്രയാണ് 400 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ 400 എഴുതി. അടുത്തത് 91. അപ്പൊ ടെൻസിനെ കുറിച്ചൊന്നും പറയില്ല. അപ്പൊ അവിടെ ടെൻസ് ഒന്നുമില്ല. അപ്പൊ അവിടെ എന്ത് ഇട്ട് കൊടുക്കണം 0 ഇട്ട് കൊടുക്കണം. അടുത്തത് എത്ര 1s ആണ് 9 1 rupee അല്ലെ. അപ്പൊ 9. അപ്പൊ ആൻസർ 409. നെക്സ്റ്റ്
300 rupees ഉണ്ട്. അപ്പൊ ഇവിടെ എത്ര 100 റുപ്പി എടുത്താൽ 300 ആവും, എത്ര 10 rupees ആണ്, എത്ര 20 rupees ആണ് എടുക്കേണ്ടതെന്നൊക്കെയാണ് ഇവിടെ ചോദ്യം. ഇവിടെ 3 100 റുപ്പി നോട്ട് എടുത്താൽ 300 ആയില്ലേ. ഇനി നമ്മൾ കംപ്ലീറ്റ് 50 റുപ്പി നോട്ടാണ് എടുക്കുന്നത്. ഫുള്ള് 50 rupees എടുത്തു, അതായത് 300 രൂപ 300 rupees നമ്മൾ കംപ്ലീറ്റ് 50 rupees നോട്ടാണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും, എത്ര 50 rupees നോട്ട് ഉണ്ടാവും. ഇവിടെ 300 റുപ്പി ആണ് അല്ലെ, 3 100 രൂപ നോട്ടുകളാണ്. 100 റുപ്പീന്റെ ഹാഫ് പകുതിയാണ് എന്തെന്ന് പറയുന്നത് 50 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 300 റുപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ 3യുടെ ഇരട്ടി എടുക്കണം, അതായത് 3 into 2 ആണ് എന്ത് ചെയ്യേണ്ടത് 50 റുപ്പി എടുക്കേണ്ടത്, അപ്പൊ 6. ഓക്കെ, അതേപോലെ 10 റുപ്പി നോട്ട് 300 rupees എത്ര 10 റുപ്പി ആക്കി എടുക്കാൻ പറ്റും, എത്ര 10 റുപ്പി ആവും, 10 rupees എടുത്തെങ്കിൽ അതെന്താണ് 300 ആണ്. അതുപോലെ 65 rupees എടുത്താലും 300 ആണ്. 20 rupees എടുത്താലും ആൻസർ എന്താണ് 300 rupees. കംപ്ലീറ്റ് 1 റുപ്പി ആക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആൻസർ എത്രയാ 300 ആണ് അല്ലെ. 300 1 റുപ്പി കോയിൻസ് ആണ് ആവശ്യം. നെക്സ്റ്റ് കോർണർ PTA. അപ്പൊ ഇവിടെ മിൻഹ എന്താ പറയുന്നത്, ഡാഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ബനാനാസ് ടുമോറോസ് കോർണർ PTA is here. അപ്പൊ അച്ഛനോട് ബനാന വാങ്ങിയിട്ട് വരാൻ പറയണല്ലേ, കാരണം നാളത്തെ PTA ഇവിടെ വെച്ചാണ് നടത്താൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ ബനാന വാങ്ങാൻ പറയാണ്. ഫാദർ ബോട്ട് 6 kilogram of banana for the corner PTA. അപ്പൊ അച്ഛൻ എത്ര കിലോ ബനാന വാങ്ങി, 6 kilogram ബനാന വാങ്ങി. ആൻഡ് ദ പ്രൈസ് ഓഫ് 1 kilogram of banana is 50 rupee. അപ്പൊ 1 കിലോ പഴത്തിന് 1 കിലോ ബനാനയ്ക്ക് എത്ര രൂപയാണ് 50 റുപ്പി 50 രൂപയാണ്. ഫാദർ ഗേവ് എ 500 റുപ്പി നോട്ട് ആൻഡ് ഗോട്ട് 3 നോട്ട്സ് ഇൻ ഡിഫറെന്റ് ഡിനോമിനേഷൻസ് ബാക്ക്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, 500 രൂപ കൊടുത്തു, 500 rupees കൊടുത്തു. 500 rupees കൊടുത്തപ്പോൾ അച്ഛൻ ബാലൻസ് എന്ത് കിട്ടി, 3 ഡിഫറെന്റ് നോട്ടുകൾ കിട്ടി. അപ്പൊ 500 rupees കൊടുത്തു കടക്കാരന്, 500 കൊടുത്തു, ബാലൻസ് കടക്കാരൻ കൊടുത്തു അച്ഛന്. ആ കൊടുത്ത നോട്ടുകൾ അയാൾക്ക് നമ്മുടെ അച്ഛൻ മിൻഹയുടെ ഫാദറിന് കിട്ടിയത് ബാലൻസ് കിട്ടിയത് 3 ഡിഫറെന്റ് നോട്ടുകളാണ്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ നോട്ടുകളായിരിക്കും, എത്ര എണ്ണം വീതം എന്നാണ് എന്ത് ചെയ്യേണ്ടത് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സ്റ്റെപ്പ് എഴുതാം. Price of 1 kilogram of banana, 1 kg of banana, kg para kilogram. Price of 1 kilogram of banana 50 rupees. Number of kg father bought 6 kg. Total price 50 into 6. 50 into 6 ചെയ്യുക. into multiplication എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അഥവാ അറിയാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 50 into 6 ചെയ്യാൻ അറിയില്ലെങ്കിൽ 50 എന്ത് ചെയ്യണം, 6 times പ്ലസ് ചെയ്യണം, ഇതുപോലെ പ്ലസ് ചെയ്യണം. അപ്പൊ ഏറ്റവും എളുപ്പം ഇൻറ്റു ചെയ്യുന്നതല്ലേ. ഇപ്പൊ അറിയാത്ത മൾട്ടിപ്ലിക്കേഷൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യണം, നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. 1 തൊട്ട് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, 50 into 6 ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ആൻഡ് 6 into 0, 0ന്റെ കൂടെ ഏതൊരു നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴും ആൻസർ 0 ആണ് വരിക. അപ്പൊ ഇത് ഇൻറ്റു ചെയ്തിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഇവിടെ ആൻസർ എഴുതുന്നു. അതിനുശേഷം രണ്ടാമതായിട്ട് ഇതും കൂടി ഇൻറ്റു ചെയ്യുക. 6ഉം 5ഉം കൂടി ഇൻറ്റു ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ 6ഉം 5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ 30 കിട്ടും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് 300 rupees. അതായത് അച്ഛന് കടയിൽ എത്ര കൊടുക്കേണ്ടി വന്നു, 300 rupees ആണ് കൊടുക്കേണ്ടി വന്നത്. എത്ര രൂപ അച്ഛൻ കൊടുത്തു, ഫാദർ ഗേവ് ടു സെല്ലർ 500 rupees കൊടുത്തു. ബാലൻസ് കടക്കാരൻ എത്ര കൊടുത്തിട്ടുണ്ടാവും, ബാലൻസ് ഹി ഗെറ്റ് ബാക്ക് 500 rupees 300 rupees മൈനസ് ചെയ്ത് നോക്കിക്കേ, ആൻസർ 200 rupees കിട്ടിയില്ലേ. അപ്പൊ കടക്കാരൻ കൊടുത്തത് 200 rupees ആണ് കൊടുത്തത്. 3 ഡിഫറെന്റ് നോട്ട്സ് ആയിട്ടാണ് 200 rupee കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെ നോട്ട് എടുക്കാം, 100 rupee നോട്ട് അല്ലെ, എല്ലാം ഡിഫറെന്റ് ഡിനോമിനേഷൻസിലായിരിക്കും, എണ്ണം വ്യത്യാസമാണ്. അപ്പൊ 100 rupee നോട്ട് 1 ആയിരിക്കും. 20 rupee നോട്ട് 6 20 rupee നോട്ട് 6 നമ്മുടെ 6 3 20 rupee ആണ് കേട്ടോ. 3 20 rupees ആണ്, 6 അല്ല 3. അതേപോലെ നമ്മുടെ 10 rupee നോട്ട് 4. അപ്പൊ നമ്മൾക്ക് ടോട്ടൽ എത്ര കിട്ടി, 200 കിട്ടി അല്ലെ. 100 20 rupees 3 നോട്ട് എന്ന് പറയുമ്പോൾ എത്ര രൂപയാ, 60 rupees. 10 rupee 4 എന്ന് പറയുമ്പോൾ 40 rupees. അപ്പൊ ടോട്ടൽ 200 rupees നോട്ട്. ആൻഡ് വാട്ട് ഇഫ് വി ഹാഡ് ഗോട്ട് ഫോർ ഡിഫറെന്റ് നോട്ട്സ് ബാക്ക്. അപ്പൊ തിരിച്ച് ഇവിടെ 3 നോട്ടുകൾ കൊടുത്തു, 100ഉം 20ഉം 10ഉം വെച്ചാണ് നമ്മൾ ചെയ്തത്. അല്ല 4 നോട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ നോട്ടായിരിക്കും, 100 rupee നോട്ട്, അതേപോലെ 50 rupee നോട്ട്, 20 rupee നോട്ട്, അതേപോലെ 10 rupee നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഡ്രാഗൺ. Here is a dragon. Let's play with it. Minha and friends went to the park. അപ്പോൾ മിൻഹയും ഫ്രണ്ട്സും ഇവിടെ പാർക്കിൽ പോയിട്ട് കളിക്കുകയാണ്. ഇവിടെ നോക്കിക്കേ, write the next numbers on the dragon. ഡ്രാഗൻ ഉള്ളിൽ കണ്ടോ കുറെ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ വിട്ടുപോയ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി ചേർക്കുക. 898, 899. അടുത്ത നമ്പർ എന്തായിരിക്കും, 900. നെക്സ്റ്റ് 901, 902, 903. അങ്ങനെ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും ഇവിടെ എഴുതി ചേർക്കുക. അങ്ങനെ അവസാനത്തെ നമ്പർ എത്രയാണ്, 919. Read and write these numbers. 899. അപ്പൊ ഇവിടെ നമ്പർ തന്നിട്ടുണ്ട്, നമ്പർ നെയിം തന്നിട്ടുണ്ട്. അതിന്റെ നമ്പർ എത്രയാണെന്ന് ഇവിടെ എഴുതിയാൽ മാത്രം മതി. നമ്പർ എഴുതുകയാണ് ചെയ്യേണ്ടത്, 899. നെക്സ്റ്റ് എന്താ, 900, 901, 990, 995, 998.
ബ്രദേഴ്സ് ഗിഫ്റ്റ് നെക്സ്റ്റ് ടോപ്പിക് ബ്രദേഴ്സ് ഗിഫ്റ്റ്. ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. മിൻഹാസ് ബ്രദർ ഗേവ് ഹെർ എ ഗിഫ്റ്റ്. മിൻഹയുടെ ബ്രദർ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. മാപ്പ് ഷോയിങ് ദ റിവേഴ്സ് ഓഫ് കേരള. എന്താണ് ആ ഒരു മാപ്പാണ്, അത് നമ്മുടെ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടുള്ള ഒരു മാപ്പാണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നദികളെ കുറിച്ചുള്ള മാപ്പാണ്. ഷീ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. സി ഹൗ ദേ ഹാവ് ടാബ്ലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് ദർ ലെങ്ത്. അപ്പോൾ അവരെന്ത് ചെയ്യണം, നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളും റിവേഴ്സും ആ റിവേഴ്സിന്റെ ലെങ്ത് എത്രയാണെന്നും കൂടെ അവർ എന്ത് ചെയ്യും, ടേബിളിൽ എഴുതിയിരിക്കുകയാണ്. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാൻ. ഇവിടെ നമ്മുടെ കേരളത്തിലൂടെ ഒഴുകുന്ന റിവേഴ്സിന്റെ പേരുണ്ട്, ആ റിവേഴ്സിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളതുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ദ ലോങ്സ്റ്റ് റിവർ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നീളമുള്ള നദി ഏതാണ്? ഇവിടെ ഏറ്റവും വലുപ്പം, അതായത് ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണ്? 244 ആണ് അല്ലെ. അത് ഏതാ നദിയാ? പെരിയാറാണ്. അപ്പൊ പെരിയാറാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദി, പെരിയാറ്. അപ്പൊ ഷോർട്ടസ്റ്റ് റിവർ, ഏറ്റവും ചെറിയ നദി എന്ന് വെച്ചാൽ ഏറ്റവും കുറച്ച് ദൂരം മാത്രം ഒഴുകുന്ന നദി ഏതാണ്? ഏറ്റവും ചെറിയ നമ്പർ നോക്കുക. അപ്പൊ ഷോർട്ടസ്റ്റ് വരുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ നോക്കുക. ഏതാണ്? നമ്മുടെ ഇവിടെ 16 ആണ് അല്ലെ, ഏറ്റവും ചെറുത്. അപ്പൊ മഞ്ചേശ്വരം റിവർ ആണ് ഏറ്റവും ചെറിയ റിവർ, അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് റിവർ. ദ ലോങ്സ്റ്റ് റിവർ ഏതാണ്? പെരിയാർ. ദ ഷോർട്ടസ്റ്റ് റിവർ മഞ്ചേശ്വരം റിവർ. ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ആർ ലോങ്ങർ ദാൻ ചാലിയാർ? അപ്പൊ ചാലിയാർ നദി കണ്ടില്ല, ഇവിടെ ചാലിയാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ചാലിയാർ റിവറിനെക്കാട്ടിലും നീളമുള്ള എത്ര റിവേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? അതിന്റെ പേരുകൾ, റൈറ്റ് ദിയർ നെയിംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലോങ്സ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ്. അപ്പൊ ആ നദികളുടെ പേര്, അതായത് ചാലിയാറിനെക്കാട്ടിലും വലിയ റിവേഴ്സിന്റെ പേരുകൾ വലുതെന്ന് ചെറുതെന്ന രീതിയിൽ, ലോങ്സ്റ്റ് ടു ദ ഷോർട്ടസ്റ്റ് എന്ന രീതിയിൽ എന്ത് ചെയ്യുക, എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ചാലിയാറിനെക്കാട്ടിലും വലിയ റിവേഴ്സിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതായത് 169നെക്കാട്ടിലും വലിയ നമ്പേഴ്സ് ഏതൊക്കെയാ? 209, 244, 176 അല്ലെ. അതായത് ഈ മൂന്ന് റിവേഴ്സ്, ഈ മൂന്ന് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ 169നെക്കാട്ടിലും വലുത്. എന്ന് വെച്ചാൽ ഭാരതപ്പുഴ, പെരിയാർ, പമ്പ റിവർ. ഇതിലും ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് ഏറ്റവും വലുത്? പെരിയാറാണ് അല്ലെ. അപ്പൊ ആദ്യം പെരിയാർ എഴുതുക, അടുത്തത് ഏതാ? ഭാരതപ്പുഴ, ലാസ്റ്റ് പമ്പ റിവർ. ആ ഓർഡറിൽ വേണം എഴുതണമെങ്കിൽ ആദ്യം പെരിയാർ, ഭാരതപ്പുഴ, പമ്പ റിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുന്ന ലാസ്റ്റ് പോർഷൻ ആയിട്ടുള്ള ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എന്താ പാറ്റേൺ എന്നൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇപ്പൊ ഇവിടെ കുറച്ച് പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ദി പാറ്റേൺ ഇവിടെ തന്നിരിക്കുന്നത് 11, 22, 33, 44. നെക്സ്റ്റ് എന്താ വരിക? 55, 66. എങ്ങനെ കിട്ടി? നമുക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ലേ? 1, 1, 2, 2, 3, 3, 4, 4, അടുത്ത 5, 5, 6, 6. അതല്ല പ്ലസ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഓരോ നമ്പേഴ്സിന്റെ ഇടയിലുള്ള എത്രയാണ് ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഇവിടെ 11 എത്ര പ്ലസ് ചെയ്യുമ്പോഴാണ് 22 കിട്ടിയത്? വീണ്ടും ഒരു 11 പ്ലസ് ചെയ്തു അല്ലെ. 11 പ്ലസ് ചെയ്യുക. 22 കഴിഞ്ഞിട്ട് 33 കിട്ടാൻ എന്ത് ചെയ്തു? വീണ്ടും ഒരു 11, 22 പ്ലസ് 11 ചെയ്തു. പിന്നെ നെക്സ്റ്റ് 33 പ്ലസ് എന്ത് ചെയ്തു? വീണ്ടും ഒരു 11 പ്ലസ് ചെയ്തു. നെക്സ്റ്റ് 150, 250, 350. നെക്സ്റ്റ് എന്താ? 450, 550. എത്രയാണ് ഇവിടെ പ്ലസ് ചെയ്തത്? പ്ലസ് ചെയ്ത് പോയത് എത്രയാ? 150. ഇവിടെ എത്ര പ്ലസ് ചെയ്തു? 100 പ്ലസ് ചെയ്തു. 100 ആണ് പ്ലസ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ 250ന്റെ കൂടെ എത്ര പ്ലസ് ചെയ്തു? വീണ്ടും ഒരു 100 പ്ലസ് ചെയ്തു. അതേപോലെ 100 ആണ് ഇവിടെ കൂടി വരുന്നത്. അടുത്തത് 100, 101, 103, 106. നെക്സ്റ്റ് നമ്പർ ഏതൊക്കെയാ? 109, 112 അല്ലെ. അപ്പൊ എത്രയൊക്കെയാ പ്ലസ് ചെയ്തത്? ഇവിടെ നോക്കൂ, എങ്ങനെ പ്ലസ് ചെയ്ത് വന്നിരിക്കുന്നത്? എന്താണ്? അല്ല, ഇവിടെ ഒന്നാണ്, 1 ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ 100 പ്ലസ് 1 ആണ് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിലും ഒരേ ഡിഫറൻസ് ആവണമെന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ നോക്കൂ, ഇവിടെ 11 തന്നെ, ഇവിടെയും 11, ഇവിടെയും 11, അടുത്തത് അപ്പോൾ 11 വെച്ച് നമ്മൾ പ്ലസ് ചെയ്തു. ഇവിടെ 100 ആണ്, ഇവിടെയും 100 ആണ്, അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? 100 പ്ലസ് ചെയ്തു. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടും ശ്രദ്ധിച്ചും ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ 100 ആണ്, ഇവിടെ 101. അപ്പൊ എത്രയാണ് പ്ലസ് ചെയ്തത്? 1 പ്ലസ് ചെയ്തു. അടുത്ത ഇവിടെ 101, ഇവിടെ അടുത്ത എത്രയാ? 103 ആണ്. അപ്പൊ എത്രയാ പ്ലസ് ചെയ്തത്? 2 പ്ലസ് ചെയ്തു. 1 അല്ല, 2 പ്ലസ് 1, ഇവിടെ പ്ലസ് 2. അടുത്തത് 103, 106. ഇപ്പൊ ഇവിടെ എത്രയാ പ്ലസ് ചെയ്ത്? 103ന്റെ കൂടെ 3 പ്ലസ് ചെയ്തു അല്ലേ. നമുക്ക് 103ന്റെ കൂടെ 3 അല്ലേ പ്ലസ് ചെയ്തത്. അപ്പൊ ഇവിടെ 100 പ്ലസ് 1 ചെയ്തപ്പോൾ 101 കിട്ടി. 101 പ്ലസ് 2 ചെയ്തപ്പോൾ 103 കിട്ടി. 103 പ്ലസ് 3 ചെയ്തപ്പോൾ 106 കിട്ടി. അപ്പൊ ഇനി എത്ര ആയിരിക്കാം പ്ലസ് ചെയ്യേണ്ടത്? എത്ര പ്ലസ് ചെയ്യണം? ഇവിടെ 109 അല്ല, ഇവിടെ 112 അല്ല. ഇവിടെ എത്ര പ്ലസ് ചെയ്യണം? 106ന്റെ കൂടെ എന്ത് പ്ലസ് ചെയ്യണം? 4 പ്ലസ് ചെയ്യണം. 4 പ്ലസ് ചെയ്യണം. അതായത് 100 ഇവിടെ പ്ലസ് 1, പ്ലസ് 2, പ്ലസ് 3, പ്ലസ് 4, അങ്ങനെ ഒന്ന് കൂടിയിട്ടാ പോകുന്നത് അല്ലെ. ഓരോന്നും അടുത്തെത്തുമ്പോൾ പ്ലസ് ആയി പോകുന്നുണ്ട്. അപ്പൊ 4 ആണ് പ്ലസ് ചെയ്യുന്നത്. 106 പ്ലസ് 4 എത്രയാണ്? 110 ആണ് ആൻസർ. 110. ഓക്കെ. ഇനി അടുത്ത നമ്പർ, അതായത് ഇവിടുത്തെ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പ്ലസ് 4 അല്ല, പ്ലസ് 5 ചെയ്യണം. പ്ലസ് 5 ചെയ്യുക. അപ്പൊ ആൻസർ എത്രയാ?
115. Okay, next 990, 980, 970. ഇവിടെ നോക്കിയപ്പോൾ എല്ലാപ്പോഴും പാറ്റേണിൽ പ്ലസ് മാത്രമാണോ വരിക? അല്ല, മൈനസും വരാം. ഓക്കെ, പ്ലസ് മാത്രം വരിക എന്നില്ല, അതായത് കൂടി 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 വരുന്നു അങ്ങനെയല്ല, കുറഞ്ഞും വരും. ആൻസർ കുറഞ്ഞു വരികയാണെങ്കിൽ അതിനർത്ഥം മൈനസ് ആണ് ചെയ്യേണ്ടത്. എത്ര വെച്ചാൽ അവിടെ മൈനസ് ആവുന്നത്? 990, 980. അപ്പൊ ഇവിടെ എന്താ മൈനസ് ആവുന്നത്? 10. 10 അല്ലേ മൈനസ് ആവുന്നത്? അടുത്തത് 980, 970. അപ്പൊ വീണ്ടും ഒരു 10 മൈനസ് ചെയ്തു. അപ്പൊ 10 തന്നെയാണ് അല്ലെ മൈനസ് ആവുന്നത്. അപ്പൊ അടുത്ത എന്തായിരിക്കും? 960, 950. അപ്പൊ ഇവിടെ നമ്മൾ 4 പാറ്റേൺ ചെയ്തു അല്ലെ. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 4 പാറ്റേൺസ് ഇവിടെ എഴുതുക. എങ്ങനെ വേണമെങ്കിലും എഴുതാം, പാറ്റേൺ ആയിരിക്കണം. ഇവിടെ 111, 222, 333, 444. അപ്പൊ ഇതുപോലുള്ള ഏതെങ്കിലും 4 പാറ്റേൺസ് ആണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആം ഐ? അപ്പൊ ആരാണ്? ഒരു നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് റിഡിൽസ് ആണ്. ഐ ആം എ 2-digit നമ്പർ. ഒരു 2-digit നമ്പർ ആണ്, ലാർജർ ദാൻ 80. 80നെക്കാട്ടിലും വലിയ നമ്പർ ആണ്. അപ്പൊ നമുക്ക് 80നെക്കാട്ടിലും വലിയ നമ്പർ പറയുമ്പോൾ നമുക്ക് ഏത് വരെ എടുക്കാൻ പറ്റും? 99 വരെ എടുക്കാൻ പറ്റും അല്ലെ. കാരണം 99 കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും വരിക? 100 വരും അല്ലെ. 99 വരെ, അതായത് നമുക്കറിയാം ലാർജസ്റ്റ് 2-digit നമ്പർ, നമ്മുടെ ലാർജസ്റ്റ് 2-digit നമ്പർ എന്താ? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് 99 ആണ്. 99 കഴിഞ്ഞ അടുത്ത എന്താ? 100. 100 എന്ന് പറയുന്നത് എന്താ? ഒരു 3-digit നമ്പർ ആണ്. അപ്പൊ അതല്ല നമ്മുടെ ഇവിടുത്തെ ആൻസർ. കാരണം എന്താ? അത് 2-digit നമ്പർ ആണ് ഇവിടെ പറയുന്നത്. ലാർജർ ദാൻ 80 എന്ന് പറയുമ്പോൾ നമുക്ക് 80 തൊട്ട് അല്ലെങ്കിൽ 81 തൊട്ട് 99 വരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനുള്ളിൽ അതിലെ ഏതോ ഒരു നമ്പർ ആണ് ആൻസർ. The digit in one's place is one more than the number in the tens place. അപ്പൊ എന്താ പറയുന്നത്? ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഇസ് വൺ മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ 2-digit നമ്പറിൽ ഏതൊക്കെയാണ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞേ? ടെൻസ് ഉണ്ട്, അതുപോലെ വൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് വൺ മോർ ദാൻ ദി നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. അതായത് വൺസിന്റെ പ്ലേസിൽ ഇവിടെയുള്ള നമ്പർ എന്ന് പറയുന്നത് ഈ നമ്മുടെ ടെൻസിൽ എഴുതിയിരിക്കുന്ന നമ്പറിനെക്കാട്ടിലും എന്ത് കൂടുതലാണ്? 1 കൂടുതലാണ്. വൺസിന്റെ പ്ലേസിലുള്ളത് വൺ മോർ ദാൻ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പറിനെക്കാട്ടിലും 1 കൂടുതൽ, 1 പ്ലസ് ആണ് ഇവിടെയുള്ള നമ്പർ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 9 ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ 9 എഴുതിയ ആൻസർ ആവോ? 9 എഴുതിയ ആൻസർ ആവോ? ഇല്ല അല്ലെ. കാരണം എന്തുകൊണ്ടാ? നമ്മുടെ വൺസിലുള്ളത് ടെൻസിനുള്ള നമ്പറിനെക്കാട്ടും 1 കൂടുതലാണ്. അപ്പൊ ഇവിടെ 1 കൂടുതൽ ഈക്വൽ ആണ്. അപ്പൊ 9 അല്ല, അപ്പൊ 8 എഴുതി നോക്കിയാലോ? അപ്പൊ കുറവായിരിക്കും അല്ലെ. അപ്പൊ കുറവായിരിക്കും. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും എന്തല്ല? 9 അല്ല. ഫസ്റ്റ് നമ്പർ 9 അല്ല. ഫസ്റ്റ് നമ്പർ എന്തെടുക്കാം? 8 എടുക്കാം. ഓക്കെ, അപ്പൊ 8 ആണ് ടെൻസിന്റെ അവിടെ എങ്കിൽ അടുത്ത നമ്പർ എത്രയായിരിക്കും? 8നെക്കാട്ടിലും 1 കൂടുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതെടുക്കാം? നമുക്ക് 9 എടുത്തുകൂടെ. അപ്പൊ ആൻസർ എന്താ? 89. അടുത്തത് ഐ ആം എ 3-digit നമ്പർ. ഒരു 3-digit നമ്പർ, ഇവിടെ 2-digit നമ്പർ ആണ്, അടുത്തത് 3-digit നമ്പർ ആണ്. അപ്പൊ 3-digit നമ്പറിന്റെ പ്ലേസ് വാല്യൂ എന്താ? ആദ്യം 100, ടെൻസ്, വൺസ്. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് ഇസ് 15. അപ്പൊ എല്ലാവരും സം ഓഫ് ദ ഡിജിറ്റ് ഇങ്ങനെ കാണാൻ മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ 3-digit നമ്പർ ആണ്. ഈ 3 നമ്പേഴ്സും കൂടെ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സം ഓഫ് ദ ഡിജിറ്റ് കിട്ടും. സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയെന്നാ പറയുന്നത്? 15 ആണ്. അതായത് ഈ 3 നമ്പേഴ്സും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ 15 കിട്ടും. The digit in hundreds place is 8 less than the number in ones place. അതായത് നമ്മുടെ ഇവിടെ വൺസ് പ്ലേസ് പറയുന്നത് ഇതാണ്. ഈ വൺസ് പ്ലേസിൽ എഴുതുന്ന നമ്പറിനെക്കാട്ടിലും 8 കുറവാണ് എവിടുത്തെ നമ്പർ? 100ന്റെ അവിടെ എഴുതുന്ന നമ്പർ 8 കുറവായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ എത്രയാണോ നമ്പർ എഴുതുന്നത് അതിനേക്കാളും 8 കുറവായിരിക്കണം എവിടെ എഴുതുന്ന നമ്പർ? 100ന്റെ അവിടെ എഴുതുന്നത്. അപ്പൊ 8 കുറയ്ക്കാൻ പറ്റണമെങ്കിൽ എന്താണ്? 8നെക്കാട്ടിലും 1 കൂടുതലായിരിക്കണം എവിടെ എഴുതുന്നത്? നമ്മുടെ വൺസിന്റെ അവിടെ ഉള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഏതായിരിക്കും നമ്പർ? 9. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 7 ആണ് എടുക്കണമെങ്കിൽ 7നെക്കാട്ടിലും 8 കുറവാണ് ഇവിടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ 8നെക്കാട്ടിലും 1 കൂടുതലായിരിക്കും എന്ത്? വൺസിന്റെ അവിടെ. അപ്പൊ നമ്മൾ 9 കിട്ടി. ആൻഡ് നമുക്കറിയാം 8 കുറവാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കും? 1 അല്ലെ. 8 കുറയ്ക്കുക, അപ്പൊ 1 കിട്ടി. അപ്പൊ 1ഉം 9ഉം കിട്ടി. 1ഉം 9ഉം കൂടെ പ്ലസ് ചെയ്താൽ ആൻസർ എന്താ? 10. അപ്പൊ സം ഓഫ് ദ ഡിജിറ്റ് 15 ആണ് അല്ലെ. സം ഓഫ് ദ ഡിജിറ്റ് 15 ആണെങ്കിൽ ബാലൻസ് എന്താ? 10 മൈനസ് 15 മൈനസ് 10 ചെയ്ത് നോക്കൂ. ആൻസർ എന്താ? 5. അപ്പോൾ ആൻസർ നമ്മുടെ 3-digit നമ്പർ ഏതാണ്? 159. അപ്പൊ ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിഡിൽസ് ആണ് അല്ലെ. 2 റിഡിൽസ് നമ്മൾ പരിചയപ്പെട്ടു. മേക്ക് എ റിഡിൽ ഓഫ് യുവർ ഓൺ ലൈക്ക് ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. കമ്പയർ വിത്ത് ഫ്രണ്ട്സ് റിഡിൽസ് ആൻഡ് ട്രൈ ടു സോൾവ് ദം. അപ്പൊ ഇതുപോലെ കൂടുതൽ റിഡിൽസ് ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? 2-digit 3-digit നമ്പേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള റിഡിൽസ് ഉണ്ടാക്കി നോക്കുക. ആൻഡ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, സ്കൂൾ സ്റ്റോർ. ഇതുപോലത്തെ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ എന്താണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്? ആക്ടിവിറ്റീസ്, ലാസ്റ്റ് പോർഷൻ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പൊ നമ്മളിവിടെ ഇതേപോലത്തെ ചോദ്യം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ദ സ്കൂൾ സ്റ്റോർ നീഡ്സ് 950 pencils. Minha gave 7 boxes
and 6 packets of pencil. അപ്പോൾ സ്കൂൾ സ്റ്റോറിന് 950 പെൻസിൽസ് ആവശ്യമാണ്. അപ്പോൾ മിൻഹ 7 ബോക്സും 6 പാക്കറ്റും ആയിട്ടാണ് പെൻസിൽസ് കൊടുക്കുന്നത്. ഈച്ച് ബോക്സ് ഹാസ് 100 പെൻസിൽസ്. ഓരോ ബോക്സിലും 100 പെൻസിൽസ് ഉണ്ട്. ഓരോ പാക്കറ്റിലും ആൻഡ് ഇൻ ഈച്ച് പാക്കറ്റ് 10 പെൻസിൽസ്. ഓരോ പാക്കറ്റിലും 10 പെൻസിൽസ് ഉണ്ട്. ഹൗ മെനി മോർ ഷുഡ് ഷീ ഗീവ് ടു മേക്ക് ഇറ്റ് 950? അങ്ങനെയാണെങ്കിൽ എത്ര പെൻസിൽ കൂടെ കൊടുത്താലാണ് 950 ആവുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്? എങ്ങനെ കിട്ടും? നമുക്ക് ആൻസർ നോക്കൂ. 7 ബോക്സിലും കൂടെ എന്താണ് ആൻസർ? 7 ബോക്സിൽ എത്ര ഉണ്ടെന്നാ പറയുന്നത്? 7 ബോക്സസിൽ ഒരു ബോക്സിൽ 100 ആണെങ്കിൽ 7 ബോക്സിൽ പറയുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്യുക. 100 into 7, ഇത് പ്ലസ് അല്ല ഇൻറ്റു ആണ്. 100 into 7, 700 പെൻസിൽ. 6 പാക്കറ്റ്, ഒരു പാക്കറ്റ് 10 ആണെങ്കിൽ 6 പാക്കറ്റിൽ 10 into 6, 60 പെൻസിൽസ്. അപ്പോൾ ടോട്ടൽ പെൻസിൽ 700 പ്ലസ് 60, 760 പെൻസിൽസ് ആണ് മിൻഹ കൊടുത്തത്. അപ്പോൾ 950 അവൻ എത്ര കൂടെ കൊടുക്കണം? 950 760 മൈനസ് ചെയ്യുക. 950 മൈനസ് 760, 5 6 മൈനസ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ക്യാരി ചെയ്യണം. 9 1 കൊടുത്തു, 5 1 കൊടുത്തു. അപ്പോൾ ഇവിടെ 9 ഇല്ല, ബാലൻസ് 8 ആണുള്ളൂ. 15 6 മൈനസ് ചെയ്യുക, 9. 8 7 മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പോൾ ആൻസർ 119 പെൻസിൽസ് കൂടെയാണ് മിൻഹ ഇനി കൊടുക്കേണ്ടത്, സ്കൂൾ സ്റ്റോറിലേക്ക് കൊടുക്കേണ്ടത്. സപ്പോസ് 950 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്സ്. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോസ് ഇവിടെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? 950 പെൻസിൽസ് ബോക്സും പാക്കറ്റുമായി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സ് ഉണ്ടാവും, എത്ര പാക്കറ്റ് ഉണ്ടാവും? തീർച്ചയായിട്ടും ഇവിടെ ഹൺഡ്രഡ്സ് ആണ് ബോക്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ 9 ബോക്സും എത്ര ടെൻസ് ആണുള്ളത്? 5 പാക്കറ്റ്സും ആണ് ഉണ്ടാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സർക്കിൾസ്. പാറ്റേൺ ആണ്, 3 പാറ്റേൺസ് ആണ്. നോക്കിയിട്ട് വേഗം നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ പറയാൻ പറ്റില്ല. അതായത് നമ്മൾ പ്ലസ് മൈനസ് ഒന്നും ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ എഴുതാൻ പറ്റും. 301, 401, 501, അടുത്തതായിരിക്കും 601, 701. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 299, 399, 499, 599, 699. ലാസ്റ്റ് വൺ 300, 400, 500, 600, 700. ഓക്കെ, ഇതൊക്കെ പാറ്റേൺ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മുടെ മാത്സിൽ രണ്ടാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ്സുകൾ കാണുക. താങ്ക്